ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ മുത്തങ്ങ എത്തിയിരിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ ആദർശമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈസൂരാണ്. സോ ഞങ്ങൾ മുക്കം, അടിവാരം, ബത്തേരി വഴിയാണ് ഇവിടെ എത്തിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. മലപ്പുറത്ത് നിന്ന് സാധാരണ നമ്മൾ മൈസൂർ പോവുകയാണ് നാട് കാണിച്ചിടത്തെയാണ് ആശ്രയിക്കാറുള്ളതെങ്കിലും മോർണിംഗ് ഈ ഒരു ബൈക്ക് റൈഡും തിരക്കുറവും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ കാഴ്ചകളും എല്ലാം ആലോചിച്ചപ്പോൾ ഈ ഒരു റൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തീരുമാനിച്ച് ഞാനും ആദർശവും നേരെ ഈ റൂട്ടിലൂടെ പുറപ്പെട്ടു. മലപ്പുറം, കാലിക്കറ്റ്, വയനാടുള്ളവരെ സംബന്ധിച്ച് ഒരു 1 ഡേ പോയി വരാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് മൈസൂരും. പോകുന്ന വഴിയിൽ നമുക്ക് ഒത്തിരി കാഴ്ചകളുണ്ട്. വയനാട്, മുത്തങ്ങ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഗോപാലസ്വാമി ഹിൽസ്, അങ്ങനെ ഒരു 1 ഡേ പ്ലാൻ ചെയ്ത് പോരുകയാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് 1 ഡേ ട്രിപ്പ് കൂടിയാണ് നമ്മുടെ മൈസൂർ. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1974 ദേശീയോദ്യാനമായി ഇതിനെ പ്രഖ്യാപിച്ചത്. ഒരു കാലത്ത് മൈസൂർ രാജ്യത്തിലെ മഹാരാജാവിൻ്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. പിന്നീട് ഇതിനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ഉയർത്തപ്പെട്ടു. ഹോണ്ടയുടെ RS 350 ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇതുവരെയുള്ള യാത്ര നല്ല കംഫർട്ട് എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നത്. ഏകദേശം 38 മുതൽ 40 വരെ നമുക്ക് മൈലേജും കിട്ടുന്നുണ്ട്. 3 സർവീസാണ് ഇപ്പോൾ ഈ നിലവിലെ വാഹനം കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതുമായിട്ടുള്ള നമുക്ക് ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് നമ്മൾ വരുന്ന സമയത്ത് എൻജിൻ സൈഡ് നല്ല ഹീറ്റ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രോബ്ലമോ അതേപോലെ തന്നെ ഇത്രയും ലോങ് റൈഡ് നമുക്ക് ഒറ്റ ലാപ്പിലാണ് പോകുന്നതെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം നിർത്തി ബാക്കി ഞങ്ങൾ 2 പേരും കംഫർട്ടായിട്ട് ഒറ്റ ലാപ്പിൽ പോകുന്നതാണ്. സോ ഇത്രയും ലോങ് റൈഡ് ചെയ്തിട്ട് നമുക്ക് ജെർക്കിങ് പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഹീറ്റ് പ്രോബ്ലങ്ങളൊന്നുമില്ല. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു ഡീമെറിറ്റാണ് നമുക്ക് പറയാനുള്ളത്, ചെളി കണ്ടാൽ മൊത്തം ചെളിയും അടിച്ച് മുകളിലോട്ട് കയറും എന്നുള്ളതാണ്. ബാക്കി ഓവറോൾ പെർഫോമൻസ് നമുക്ക് അതേപോലെ ട്രാക്ഷൻ കൺട്രോളും എല്ലാം പക്കായിട്ടുള്ള അടിപൊളി വണ്ടി തന്നെ പറയാം. ഗുണ്ടൽപേട്ടിലൂടെയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ഒരു ചെറിയൊരു പട്ടണപ്രദേശമാണ് ഗുണ്ടൽപേട്ട് എന്ന് പറയുന്നത്. നമ്മൾ മൈസൂർ, ഊട്ടി അതേപോലെ മൈസൂർ, കോഴിക്കോട് പാതയിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഏറ്റവും ചെറിയൊരു പട്ടണം എന്ന് പറയുന്നതും ഗുണ്ടൽപേട്ടാണ്. കർണാടകയിലെ പ്രശസ്തമായ ഒരു പട്ടണം, ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം, ഏറ്റവും വലിയ 3ാമത്തെ പട്ടണം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ നഗരം എന്നീ പ്രത്യേകതകളാണ് മൈസൂരിനുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 146 കിലോമീറ്ററാണ് മൈസൂരിലേക്ക് വരുന്നത്. 1399 മുതൽ 1956 വരെ മൈസൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി. 1756-ലും 1770-ലും ടിപ്പുവിൻ്റെ ഹൈദരലിയും കാലഘട്ടത്തിൽ അവരുടെ കീഴിലായിരുന്നു മൈസൂർ. മൈസൂർ കൊട്ടാരം, പൈതൃക കെട്ടിടങ്ങൾ, ചാമുണ്ഡി ഹിൽസ്, ദസറ, മൈസൂർ പെയിൻറ്റ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം കലാരൂപങ്ങളും ചേർന്ന് ഈ ഒരു സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം ചേർന്നാണ് മൈസൂരിന് മൈസൂരു എന്ന പേര് കൂടി സമ്മാനിക്കുന്നത്. അപ്പോൾ മൈസൂരിൽ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പയാനയാണ്. അതിമനോഹരമായ ക്ലാസിക് പുരാതന വാഹനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വീരേന്ദ്ര ഹെഗ്ഗഡെ ക്യൂറേറ്റ് ചെയ്ത നിധിശേഖരമായ മൈസൂരിലെ പയാന വിൻറ്റേജ് കാർ മ്യൂസിയം. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേ 275 നമ്മൾ ശ്രീരംഗപട്ടണത്തിലേക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരു ടയറിൻ്റെ സിലൗറ്റിനോട് സാമ്യമുള്ള ഒരു വലിയൊരു കെട്ടിടം ഒരിക്കലും നമ്മളെ കാഴ്ചയിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീരേന്ദ്ര ഹെഗ്ഗഡെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് സൂക്ഷിച്ച കാറുകളുടെ ഒരു ഗംഭീരമായൊരു കളക്ഷനാണ് ഇവിടെ. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പയാനയിലേക്കുള്ളത്. ഏകദേശം 23 ഏക്കറിലായി വ്യാപിച്ചു കിടന്ന മ്യൂസിയത്തിൽ 1925 മുതലുള്ള പുതിയ മോഡൽ വരെയുള്ള 69 വാഹനങ്ങളുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ അപൂർവ വാഹനങ്ങൾ, വൈവിധ്യമാർന്ന ശേഖരം. വ്യത്യസ്തമായ കളക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരാൾക്ക് നമുക്കിവിടെ പ്രവേശന ഫീസ് വരുന്നത് 50 രൂപയാണ് വരുന്നത്.